ഈ ഫോം ഫില്ല് ചെയ്യാൻ എന്തെങ്കിലും സംശയം വന്നാൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങളുടെ ഏരിയയിലെ BLOയുടെ നമ്പറാണത്. അവർ നിങ്ങളെ സഹായിക്കും. ഈ ഫോമിന്റെ മുകളിൽ നിങ്ങളുടെ ഫോട്ടോ കാണാം. അതിനു പകരം വേറെ പുതിയ ഫോട്ടോ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം, നിർബന്ധമില്ല. ഇനി താഴോട്ട് വന്നാൽ താഴെ 3 കോളം കാണാം. ഇതിൽ 2 കോളം നിങ്ങൾ നിർബന്ധമായിട്ടും ഫിൽ ചെയ്യണം. ഇവിടെ ആദ്യത്തെ കോളത്തിൽ ജനന തീയതി കൊടുക്കുക, ആധാർ നമ്പർ കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, പിതാവിന്റെ രക്ഷിതാവിന്റെ പേര് കൊടുക്കുക, ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും പേര് കൊടുക്കുക, അച്ഛന്റെ എപ്പിക് നമ്പർ കൊടുക്കുക. എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ ID കാർഡ് നമ്പർ. അടുത്തതായി അമ്മയുടെ പേര് കൊടുക്കുക, എപ്പിക് നമ്പർ കൊടുക്കുക, അതായത് ID കാർഡ് നമ്പർ. അടുത്തത് പങ്കാളിയുടെ പേര്, അതായത് ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അവരുടെ എപ്പിക് നമ്പറും കൊടുക്കുക. ഇനി രണ്ടാമത്തെ കോളത്തിലേക്ക് വരാം. ഈ കോളം ഫില്ല് ചെയ്യേണ്ടത് 2002 വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ആ ലിസ്റ്റിലുള്ള വിവരങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. ആ ലിസ്റ്റിൽ നിങ്ങൾ ഇല്ല എങ്കിൽ നിങ്ങൾ ഈ കോളം ഫില്ല് ചെയ്യേണ്ടതില്ല. 2002 വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ല എങ്കിൽ ഈ ഫോമിന്റെ താഴെ വലതുവശത്തുള്ള 3ാമത്തെ കോളം ഫില്ല് ചെയ്യുക. ഈ ഫോമിലെ താഴെയുള്ള 2 കോളം ഫില്ല് ചെയ്യാനും 2002 വോട്ട് ലിസ്റ്റിലെ വിവരങ്ങൾ വേണം. ആ ലിസ്റ്റ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണുക. എങ്കിലും ഒന്ന് സൂചിപ്പിക്കാം. ഗൂഗിൾ എടുക്കുക, CEO 2002 കേരള എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ വരും. ഇവിടെ രണ്ടാമത്തെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പൊ ഇങ്ങനെ വരും. ഇവിടെ ജില്ല സെലക്ട് ചെയ്യുക, മണ്ഡലം സെലക്ട് ചെയ്യുക. മണ്ഡലം അറിയാൻ ഈ ഫോമിന്റെ ഏറ്റവും മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ബൂത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേര് കണ്ടെത്തുക. പേരുണ്ടെങ്കിൽ ആ വിവരങ്ങൾ 2ാമത്തെ കോളത്തിൽ ഫില്ല് ചെയ്യണം. നിങ്ങളുടെ പേരില്ല എങ്കിൽ അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, അമ്മാവൻ അങ്ങനെ ആരുടെയെങ്കിലും കാണും. അവരുടെ വിവരങ്ങൾ എടുത്ത് 3ാമത്തെ കോളത്തിൽ ഫില്ല് ചെയ്യുക. 2ാമത്തെ കോളത്തിൽ പേര് കൊടുക്കുക, എപ്പിക് നമ്പർ കൊടുക്കുക. ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇവിടെ 2002 ലിസ്റ്റിലുള്ള നമ്പറാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ പേരിന്റെ വലതുവശത്ത് കാണും. 2002 ലിസ്റ്റിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കൊടുക്കുക, മാറിപ്പോകും. അടുത്തത് ജില്ല, സംസ്ഥാനം, മണ്ഡലത്തിന്റെ പേര് നിങ്ങളുടെ കയ്യിലുള്ള ഫോമിന്റെ മുകളിൽ തന്നെ കാണാം. അടുത്തത് മണ്ഡലത്തിന്റെ നമ്പർ, ഭാഗം നമ്പർ, ക്രമ നമ്പർ. ഇത് 3ഉം നിങ്ങളുടെ പേരിന്റെ ഇടതുവശത്ത് കാണും. അടുത്തത് ബന്ധുവിന്റെ പേര്, ബന്ധം. ഇതും നിങ്ങളുടെ പേരിന്റെ വലതുവശത്ത് കാണും. ഇടതുവശത്ത് 5 കോളം കാണും. അതില് ആദ്യത്തെ 3 കോളത്തില് നമ്പറുകളാണ് ഇവിടെ എഴുതേണ്ടത്. അതില് AC കോഡ് എന്ന് പറയുന്നത് മണ്ഡലത്തിന്റെ നമ്പർ, 2ാമത്തേത് ഭാഗം നമ്പർ, 3ാമത്തെ ക്രമ നമ്പർ. ഇനി 3ാമത്തെ കോളം, 2ാമത്തെ കോളം ഫില്ല് ചെയ്യാത്തവരാണ് 3ാമത്തെ കോളം ചെയ്യേണ്ടത്. ഇതിൽ നിങ്ങളുടെ ബന്ധുവിന്റെ പേരാണ് കൊടുക്കേണ്ടത്, വോട്ടർ ലിസ്റ്റിലുള്ളതുപോലെ. ഇവിടെ ഒരു സംശയം വരുന്നത് ബന്ധമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ബന്ധം നിങ്ങളുമായിട്ടുള്ള ബന്ധമല്ല. ഉദാഹരണം, അച്ഛന്റെ പേരാണ് എഴുതുന്നതെങ്കിൽ അച്ഛന്റെ പേരിന്റെ നേരെ ഏത് ബന്ധുവിന്റെ പേരാണോ ഉള്ളത് അതാണ് ഇവിടെ എഴുതേണ്ടത്. 2002 വോട്ടർ ലിസ്റ്റിൽ അതുണ്ടാവും, അതുപോലെ എഴുതുക. അത് അച്ഛന്റെയോ അമ്മയുടെയോ ഭാര്യയുടെയോ പേരുകളാകാം. ബന്ധുവായിട്ടുള്ളത് അത് എഴുതുക, ബന്ധവും എഴുതുക. ശേഷം താഴെ സൈൻ ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.